ആലപ്പുഴ പൂങ്കാവ് പള്ളിയോട് ചേർന്ന ഒരു ഗ്രാമം. 60-കാരി റോസമ്മ വർഷങ്ങളായി താമസിച്ചിരുന്ന ഇടമാണ്. മക്കളുണ്ടായി പറക്കമുറ്റു മുൻപ് ഭർത്താവ് റോസമ്മയെ ഉപേക്ഷിച്ചു. പലയിടത്തും വീട്ടുജോലികൾ ചെയ്ത് അവർ മക്കളെ വളർത്തി. തൊട്ടടുത്തു തന്നെ സഹോദരൻ ബെന്നിയും ഉണ്ടായിരുന്നു. മക്കൾ വളർന്നു. ഇളയ മകനൊപ്പം താമസമാക്കിയ റോസമ്മ പകൽ സമയത്തെല്ലാം സഹോദരൻ ബെന്നിയുടെ വീട്ടിലായിരുന്നു. രണ്ടാളും തമ്മിൽ നല്ല സ്നേഹത്തിൽ. പുനർവിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു റോസമ്മ. മക്കളോട് വിവാഹക്കാര്യം പറഞ്ഞിരുന്നില്ല. ബന്ധുക്കളോട് പറഞ്ഞതനുസരിച്ച് അവരിടപെട്ട് ഒരു വിവാഹം നിശ്ചയിച്ചു. മെയ് 1 വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഏപ്രിൽ 18 വ്യാഴം. അന്ന് റോസമ്മയുടെ മകനും ഭാര്യയും കൊച്ചിയിലേക്ക് പോയി. അവർ തിരികെ എത്തിയപ്പോൾ റോസമ്മ വീട്ടിലില്ല. സഹോദരൻ ബെന്നിയോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ദുരൂഹതയേറി വന്നു. വിവാഹം ചെയ്യാനിരുന്ന ആളുടെ വീട്ടിലും അവർ എത്തിയില്ലെന്ന് മനസ്സിലായതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. കാണാതായ റോസമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം പല വഴിക്ക് പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടെ ബെന്നി അസ്വസ്ഥനായി കാണപ്പെട്ട ചില ബന്ധുക്കൾക്ക് സംശയമായി. ഒടുവിൽ ബെന്നി തന്നെ ആ ദൃശ്യം മോഡൽ കൊലപാതകത്തിന്റെ വിവരം തുറന്നു പറഞ്ഞു. 17 രാത്രി സഹോദരിയെ താൻ കൊന്നെന്നാണ് ബെന്നി പറഞ്ഞത്. റോസമ്മയുടെ 2ാം വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വാക്കേറ്റമായി. ഇതിനു പിന്നാലെ ചുറ്റിക കൊണ്ട് റോസമ്മയുടെ തലയ്ക്കടിച്ച് കൊന്നുകളഞ്ഞു. മരണമുറപ്പിച്ച ശേഷം വീടിന്റെ പിൻഭാഗത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. കൊലയാളി പറഞ്ഞിടത്തു തന്നെ നടത്തിയ പരിശോധനയിൽ റോസമ്മയുടെ ജീവനറ്റ ശരീരം കണ്ടെത്തി. തെളിവെടുപ്പിനിടെ വിതുമ്പിക്കൊണ്ടാണ് ബെന്നി തന്റെ സഹോദരിയെ കുഴിച്ചിട്ട സ്ഥലം അതുപോലെ കാണിച്ചു കൊടുത്തത്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയെന്ന ബെന്നിയുടെ കുറ്റസമ്മതം. പക്ഷേ ആ കയ്യബദ്ധം ഇന്ന് കേരള ക്രൈം ഫയൽസിൽ ഒരു കുപ്രസിദ്ധ കഥയാണ്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.